मङ्गलं भगवान् विष्णु मङ्गलं भगवान् विष्णु मङ्गलं पुण्डरीकाक्षः मङ्गला हरि हरि ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ വിഗ്രഹങ്ങളുടെ പണിയുണ്ട്, എനിക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ 18 വയസ്സിൽ മുതൽ ഞാൻ പള്ളിയോടത്തിൻ്റെ വർക്കിന് ഇറങ്ങിയാണ്. പിന്നെ ചെറുപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും ഇതുപോലെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. പലർക്കും പല വീടുകളിലും കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അസുരനിൽ പോട്ട തടിയാണ് തേക്കെന്ന് പറയുന്നത്. ദേവാംശം ഉള്ളതുകൊണ്ടാണ് തേക്കിൽ ചെയ്യുന്നത് മാത്രം. രണ്ടാമത് ചെയ്യുന്നത് വരിക്കപ്പില്ല, അത് ദേവവൃക്ഷമാണ്. ഇതെല്ലാം ദേവവൃക്ഷം തന്നെയാണ്. ഈ കുമ്പിള് ദേവവൃക്ഷമാണ്. അപ്പോൾ അതിനകത്ത് ദേവവൃക്ഷം അല്ലാത്ത കാരണം എന്ന് പറയുന്നത് തേക്കാണ്. തേക്ക് അസുരനാണെങ്കിൽ പോലും ദേവ അംശമുള്ളത് കൊണ്ടാണ് തേക്കിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ ഗരുഡമാണ്. ഇത് മൂന്നാമത്തെ ഒന്ന് മാലക്കര, മറ്റേതൊന്ന് നരസിംഹ ചെങ്ങന്നൂർ നരസിംഹക്ഷേത്രം, ഇത് തൃക്കണ്ണാപുരം ക്ഷേത്രത്തിലേക്കാണ്. ഇത് പിന്നെ സമർപ്പണമാണ്. രണ്ടെണ്ണം സമർപ്പണമായിരുന്നു. ഒന്ന് ഒരു നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്ക് എടുത്ത് ഒരാൾ പണിത് സമർപ്പിക്കുകയാണ്. ഇത് അങ്ങനെ തന്നെ. മറ്റേത് മാലക്കര എന്ന് പറഞ്ഞാൽ കരയിൽ മൊത്തം ക്ഷേത്രത്തിലേക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവരാണ് നേരിട്ട് ചെയ്തത്. പിന്നെ ഗരുഡവാനും ബാലൻ പുലയൻ്റെ ക്ഷേത്രം, അങ്ങനെയൊക്കെ ഒരുപാട് വിഗ്രഹങ്ങളിൽ നിന്നൊന്നും കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ, വല്ലപ്പോഴും വരുന്ന സംഭവം. അത് ശരിക്കും പറഞ്ഞാൽ ഈ കണ്ണൊക്കെ പണിയുമ്പോൾ എല്ലാവരും പറയുന്നത് അങ്ങനെ ഒളിച്ച് വെച്ച് ചെയ്യണം. എന്നെ സംബന്ധിച്ച് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല എനിക്ക്. വേറെ ആരും കാണിക്കാൻ കണ്ണ് തെളിയിക്കുക, അത് കഴിഞ്ഞ് കണ്ണ് കെട്ടി വെക്കുക, അത് കഴിഞ്ഞ് കണ്ണ് തുറക്കും. അതായത് ഗണപതി ഹോമം നടക്കുന്ന സമയത്ത് കണ്ണ് തുറന്ന് കൊടുക്കും. ഇപ്പോൾ നമ്മളൊക്കെ ദൃഷ്ടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇത് കണ്ണ് മൂടിക്കെട്ടും. അത് ആചാരത്തിൻ്റെ ഒരു ഭാഗമാണ്. ചുമന്ന പട്ടിനെ മൂടിക്കെട്ടും. പിന്നെ ഗണപതി ഹോമം നടന്നതിന് ശേഷം തീർത്ഥം തളിച്ച് കണ്ണ് തുറന്ന് അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. നമുക്ക് ഈശ്വരൻ തന്നൊരു കഴിവല്ലേ, അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്ന് മാത്രമാണ്. പിന്നെ എന്താണ് അവർ തരുന്നത് അത് മേടിക്കും എന്നുള്ളതാണ് എൻ്റെ. പിന്നെ ഇത് സമർപ്പിക്കുക എന്ന് പറയുന്നത് ബാലചേട്ടനാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ സമർപ്പിക്കുന്ന ആളാണ് നമ്മളുടെ അടുക്കൽ നിന്ന് ഇത് കൊണ്ടുപോയി ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുക. അപ്പോൾ ബാക്കിയുള്ള ചടങ്ങുകൾക്കെല്ലാം ഗണപതി ഹോമം പോലുള്ള ബാക്കിയുള്ള ചടങ്ങുകളും ഏറ്റുവാങ്ങുന്നതിൻ്റെ വിഗ്രഹം ഏറ്റുവാങ്ങേണ്ടതും ബാലചേട്ടനാണ്. കുടുംബത്തിലെ ആൾക്കാരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമെന്നുണ്ട്, നിർബന്ധമായിട്ടുണ്ട്. പിന്നെ അത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുമ്പോൾ അവിടുത്തെ ചടങ്ങുകളനുസരിച്ച് ഒരു കാര്യങ്ങളാണത്. ഭഗവാൻ ഇത്രയും കനിഞ്ഞനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ജീവി പ്രപഞ്ചത്തിൽ गमन नमः पुरंदर विठलन प्राणप्रियनु ഇവിടെ ഈ ആശയം കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഇവിടെ ആനയെ കിട്ടുമോ എന്നൊരു വലിയ സംശയമുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൽ ഈ ആനയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ആഘോഷത്തെക്കുറിച്ചന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യമായിട്ടുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും ഗരുഡവാഹനമുണ്ട്. ഗരുഡവാഹനത്തിൽ എഴുന്നള്ളിക്കുന്നു. ഗരുഡവാഹനത്തിൽ ഉത്സവത്തിന് എഴുന്നള്ളിക്കാമെങ്കിൽ നമുക്ക് ഈ ആന കിട്ടാതെ വന്നാലും ഉത്സവം ഒട്ടും കുറയത്തില്ലല്ലോ. അതിങ്ങനെ ഒരു ചിന്താഗതി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഓരോ ദേശവാസികൾക്കും ആ ക്ഷേത്രത്തിൽ ഗരുഡനില്ലല്ലോ എന്ന് നമ്മൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് ഉള്ളിലുള്ള ആ ഭക്തി മുഖാന്തരം ഞാനൊരു ഗരുഡനെ ക്ഷേത്രത്തിൻ്റെ വഴിപാടായിട്ട് ഞാൻ തന്നോളാം. അതിൻ്റെതായ അനുസരിച്ച് വിധി അനുസരിച്ചുള്ള വ്രതത്വ ഉപവാസത്തോടു കൂടിയാണ് ഇതിനെ ശില്പി പണിഞ്ഞു റെഡിയാക്കുന്നത്. നമ്മൾ താഴെപ്പൊലി ഏന്തി മേളത്തോടുകൂടി നാമജപത്തോടുകൂടി ആ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഇദ്ദേഹത്തെ ദർശനം നടത്തിച്ച് തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഉത്സവവും സപ്താഹത്തിൻ്റെ ഇടയായതുകൊണ്ട് നമ്മൾ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഇന്നാണ് നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നത്.
रामानुजदयापात्रं ज्ञानवैराग्यभूषणम् श्रीमद्वेङ्कटनाथार्यं वन्दे वेदान्तदेशिकम्. ഇതൊരു സന്ദേശമായിട്ട് മാറണം എന്നാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ സമർപ്പണത്തിന് ഒരു വലിയ മനുഷ്യൻ തയ്യാറായി എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ച് വളരെ അത്ഭുതമാണ്. അദ്ദേഹം ഒരുപക്ഷെ മനസ്സിൽ ഇത് കാണും. ആ കുടുംബത്തിലുള്ള ആ കുടുംബത്തിൽ, അതെ, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളിന് തന്നെ അങ്ങനെ ഒരു തോന്നലുണ്ടായി. അതിനെ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ പ്രോത്സാഹിപ്പിച്ചു. അതിപ്പം ഫലത്തിൽ വന്നിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ആനയെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് വരികയാണെങ്കിലും ഞങ്ങൾ ഒരു ഈശ്വരൻ്റെ അനുവാദം ഞങ്ങൾ നോക്കിച്ചെന്ന് പുള്ളിക്ക് കൂടുതൽ സന്തോഷം, ആനപ്പുറത്തിരുന്ന് എഴുന്നള്ളിക്കുന്നതിൽ ഇഷ്ടം. സ്വാമി പറഞ്ഞതുപോലെ ഗരുഡവാഹനത്തിൽ ഇരുന്ന് ഭക്തരെ കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് പറഞ്ഞത്. शिव शंकर पार्वती